ഫസ്റ്റ്ലി വി ആർ ലുക്കിംഗ് ടു വാട്ട്, നമ്മൾ ആദ്യമേ തന്നെ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കണ്ടൻസ് ആണ്, എന്തെല്ലാം ടോപ്പിക്സ് ആണ് ഈ കണ്ടൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്, എന്താണ് മാനവ വിഭവം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെയോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വികസനം നടക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലെ ഡിഫറെൻറ്റ് ലെവൽസ് ഏതൊക്കെയാണ്, പല തലങ്ങൾ എന്ന് നമ്മൾ പഠിക്കുന്നു. പിന്നെയോ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ അഡ്വാൻറ്റേജസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കൂടാതെ എഡ്യൂക്കേഷണൽ പ്രോജക്റ്റ്, നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വരുത്തിയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോജക്റ്റുകൾ വിദ്യാഭ്യാസ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള എഡ്യൂക്കേഷണൽ പ്രോജക്ട്സ് ഏതെല്ലാമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെയോ ഫെസിലിറ്റീസ് ഓഫ് ഹെൽത്ത് കെയർ, ഹെൽത്ത് കെയർ എങ്ങനെ നമ്മുടെ ഹെൽത്ത് കെയറിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് എത്തിക്കുന്നതിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പിന്നെയോ ലെവൽസ് ഓഫ് മെഡിക്കൽ സെക്ടർ, മെഡിക്കൽ സെക്ടറിൻ്റെ ലെവൽസുകൾ. ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനവ വിഭവം എന്നാൽ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പീപ്പിൾ ഹു ഹാവ് ദ മാൻ പവർ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ സെക്ടർ. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ഒരു പ്രൊഡക്ഷൻ സെക്ടറിൽ, പ്രൊഡക്ഷൻ സെക്ടർ മീൻസ് ഉൽപാദന രംഗം, ഉൽപാദന രംഗത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സെക്ടറിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനവിഭാഗങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് പീപ്പിളാണ്, ജനങ്ങളാണ്, ജനങ്ങളുടെ ശക്തി അല്ലെങ്കിൽ കഴിവുകളെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി സാധനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഓരോ സാധനങ്ങളുടെയും നിർമ്മാണ വ്യവസ്ഥയ്ക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് എല്ലാം ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കളക്ഷനും അതുപോലെ റോ മെറ്റീരിയൽസ് ആഡ് ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനും പല ജനങ്ങളുടെ കഴിവുകളാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെക്ടറിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യക്ഷമതയുള്ള ജനങ്ങളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.